വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിത് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോണിൻ്റെ കീപാഡ്, അതായത് നമ്മുടെ പവർ ബട്ടണൊക്കെ ചില ആളുകളിൽ കംപ്ലൈൻ്റ് ആകാറുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ചിലപ്പം സ്വിച്ച് ഓഫ് ചെയ്യാനും സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട് വോളിയം കൂട്ടാനായിട്ടും കുറയ്ക്കാനായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. പല പ്രാവശ്യം യൂസ് ചെയ്ത് കീകളൊക്കെ കംപ്ലൈൻ്റ് ആയി വരാറുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിലൊന്ന് ടച്ച് ചെയ്യാതെ ഫോണിൽ തന്നെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും എല്ലാം ഉള്ള ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. സ്വിച്ചുകളിലൊന്നും സെറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം ഉള്ള ഒരു ഓപ്ഷൻ ഒറ്റ ഒരു സെറ്റിങ്സിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഏതാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ ഈ സൈഡിൽ കാണാം, നമ്മൾ കണ്ടോ, ഞാനിവിടെ ഒരു ചെറിയ ഡോട്ട് പോലൊരു സംഭവം കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, എൻ്റെ സ്ക്രീൻഷോട്ട്, നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ ക്വിക്ക് സെറ്റിങ്സ്, നമുക്കിവിടെ പവർ ഓഫ്, അതുപോലെ വോളിയം അപ്പ്, വോളിയം ഡൗണ്, ഇതെല്ലാം നമുക്ക് ഇതിൽ തന്നെ വോളിയം അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും എല്ലാം നമുക്ക് പറ്റും. ഇതുണ്ടോ, എനിക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കുറയ്ക്കാം, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കൂട്ടാം. ഇവിടെ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്യാം. മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ സ്ക്രീനിൽ നിന്ന് തന്നെ ചെയ്യാം. നമുക്ക് ഇതിനായിട്ട് നമുക്ക് സ്ക്രീനിൻ്റെ കീപാഡിലൊന്നും നമ്മൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ ചെയ്യാം, ഏത് സെറ്റിങ്സാണ് എനേബിൾ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നിങ്ങളുടെ സെറ്റിങ്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അക്സസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് കാണാം. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ചില ഫോണുകളിൽ ആക്സസിബിലിറ്റി മെനു എന്ന് ഡയറക്റ്റ് കാണും. ഇവിടെ എനിക്ക് ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു ഓപ്ഷൻ ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ആക്സസിബിലിറ്റി മെനു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ബട്ടൺ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ കാണാം. ഞാനിവിടെ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഇവിടെ ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഷോർട്ട് കട്ട് എന്ന് കാണിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഇവിടെ കാണാൻ ഡിസേബിൾ ആയപ്പോൾ തന്നെ ആ ഒരു ഓപ്ഷൻ ഇവിടെ നിന്ന് പോയി. അത് എനേബിൾ ചെയ്യുമ്പോൾ തന്നെ എനേബിൾ ചെയ്തിട്ട് ജസ്റ്റ് അലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. വോളിയം കീ മറ്റുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനിയും ബാക്കിലോട്ട് പോവാം. ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബട്ടൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ലാംഗ്വേജ്, അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ്, നാവിഗേഷൻ ബാറൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നാവിഗേഷൻ ബാർ ഓഫ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നാവിഗേഷൻ ബാർ നമുക്ക് കൊടുക്കാം. അത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് നാവിഗേഷൻ ബാർ വേണമെങ്കിൽ ഈ സൈഡിൽ പോയി കിടക്കും, അത് നമുക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലാർജ് വേണോ സ്മോൾ വേണോ എന്ന് ചോദിക്കും. നിങ്ങൾക്കിത് ചെറുതാക്കിയിടാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ലാർജ് ആക്കി വേണമെങ്കിലും ഇടാം. എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ സ്മോൾ ആയിട്ടാണ് വേണ്ടതെങ്കിൽ സ്മോൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഡോട്ട് മാത്രമായിട്ട് ഇത് കിടക്കും. അതുപോലെ ഇവിടെ ഇതുണ്ടോ, നമുക്കിതിൻ്റെ റേഷ്യോ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. നമുക്കിത് ആവശ്യമില്ലെങ്കിൽ ബ്രൈറ്റാക്കി വളരെ ലൈറ്റായിട്ട് ഫോണ് നമുക്ക് അറിയാത്ത രീതിയിൽ ഇതുപോലെ സെറ്റ് ചെയ്തിടാം. ഇനി നമുക്കിതുപോലെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് യൂസ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കാണാം. ക്വിക്ക് ഷെയർ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ മുകളിലുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ എല്ലാ മെനു എല്ലാം നമുക്കിതുപോലെ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് പവർ ഓഫ് ചെയ്യാനോ ഓൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. റീസെൻ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസൊക്കെ കാണാം. സ്ക്രീൻ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനുള്ള ഓപ്ഷൻ, വോളിയം അപ്പ് ആൻഡ് ഡൗൺ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ഒരു ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ, സീ യു.